ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകുവാണ്. ഞങ്ങൾ പോകുന്നത് മൂന്നാറാണ്. അപ്പം നമുക്ക് ഒന്നിച്ചു പോകാം. ഇപ്പം മൂവാറ്റൂർ എത്തിയിട്ടുണ്ട്. അപ്പം മക്കൾക്ക് എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങൾ രാവിലെ ഇഡലി, ചമ്മന്തി, പിന്നെ ചെറുപയർ പുഴുങ്ങിയത്, ഇതാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത്. ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായിക്കൊണ്ട് വന്നതാണ്. ഇപ്പൊ ഏകദേശം കോതമംഗലം ഒക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ കുന്നുകളും മലകളും ഒക്കെ കണ്ടു തുടങ്ങുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു പോകുന്ന റൂട്ട്. ഈ കാണുന്നത് നേര്യമംഗലം പാലമാണ്. ഇനിയിപ്പോ ചെറിയ രീതിയിൽ ഹെയർ പിൻ ഒക്കെ കയറി തുടങ്ങുവാണേ. ഇതിന്റെ അടുത്തൊരു വാട്ടർഫാൾ ഉണ്ടായിരുന്നേ. ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് അതിനകത്ത് വെള്ളമൊന്നും അധികം ഇല്ല. തുള്ളി തുള്ളിയായിട്ട് ചെറുതായിട്ടേ വീഴുന്നുള്ളു. ഈ മൂന്നാർ പോകുന്ന വഴിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് വീതി കൂട്ടിക്കൊണ്ടിരിക്കുവാണേ. അതുകൊണ്ട് പയ്യെ പയ്യെ ആയിരിക്കും വണ്ടികളൊക്കെ കയറുന്നത്. കുറച്ച് ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ ഈ ഒരു റൂട്ട്. ഇപ്പൊ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുകളും ഉണ്ട് റോഡില്. നല്ല ഭംഗിയുണ്ട് കേട്ടോ പുറത്ത് കാണാനായിട്ട്. നോക്കിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. തേയിലത്തോട്ടവും അതിന്റെ പുറകിലും മലകളും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് പാർക്കാണ്. ഇപ്പൊ ഞങ്ങൾ അവിടെ കയറുന്നില്ല, കാരണം ഞങ്ങൾ മുമ്പ് അവിടെ കയറിയിട്ടുണ്ട്. ഇതിന്റെ അടുത്തായിട്ട് തന്നെ കുറെ ഷോപ്പുകളുണ്ട്. അവിടെ നമുക്ക് നെല്ലിക്ക, ലോലോലിക്ക അതൊക്കെ നമുക്ക് ഉപ്പിലിട്ട് കിട്ടും. അതുപോലെ തന്നെ ചോക്ലേറ്റും കരിക്കും അതൊക്കെ കിട്ടും. ഇപ്പൊ ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. നല്ല രസമുണ്ട് കേട്ടാ ഇവിടെ ഞങ്ങൾ ആ നിർത്തിയ സ്ഥലം കാണാനായിട്ട്. അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെയാണ് ഉച്ചക്കത്തെ ലഞ്ചും പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നത്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു സ്ഥലം കാണാനായിട്ട്. ഇതിന്റെ അപ്പുറത്ത് ചെറിയൊരു പുഴ പോലെയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ചെറിയൊരു പുഴയാണ്, എങ്കിലും അതിൻ്റെ അകത്ത് ചെറിയൊരു ഒഴുക്കും ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു പുഴയും കാണാനായിട്ട്. അപ്പൊ മക്കളെ എല്ലാം ഇരുത്തി ഞങ്ങൾ ഫോട്ടോ എടുക്കുവാണ്. ഇനിയിപ്പോ ഞങ്ങൾ നേരെ പോകുന്നത് പറക്കാട്ട് നേച്ചർ റിസോർട്ടിലേക്കാണ്. മൂന്നാർ ടൗണിൽ നിന്നും ഏകദേശം ഒരു 30 മിനിറ്റേ ഉള്ളൂ ഈ ഒരു റിസോർട്ട്. ഈ കാണുന്നതെല്ലാം മൂന്നാർ ടൗൺ ആണ്. മൂന്നാർ കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷൻ ആണ്.
സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1600 മീറ്റർ ഉയരത്തിലാണ് കേട്ടോ ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഒരു തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. അതുമാത്രമല്ല മഞ്ഞു മൂടിയ പ്രഭാതങ്ങളും തണുത്ത കാറ്റും ഒക്കെ ഈ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകതയാണ്. ഇപ്പം പറക്കാട്ട് റിസോർട്ടിന്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ അകത്തേക്ക് കയറുവാണ്. ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിന് സമീപം ചിത്തിരാപുരം എന്ന പ്രദേശത്താണ് കേട്ടോ ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും തേയിലത്തോട്ടങ്ങളും മലനിരകളും ഒക്കെയാണ്. ഇനി നമുക്ക് ഇതിന്റെ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കാവേ. ഈ കാണുന്നത് ഒരു കീവ് പോലെയുണ്ട്. പിന്നെ പുറത്ത് കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല ഫ്രെയിമുകളുണ്ട്. കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കാനായിട്ട്. ഇനി ഞങ്ങളിപ്പം റൂമിലേക്ക് പോകുവാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ റൂമൊക്കെ എങ്ങനെയാണെന്ന്. ഈ ഒരു റിസോർട്ടിൽ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. ജീപ്പ് സവാരി ഒക്കെ ഉണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു റിസോർട്ടിനെ കുറിച്ച്. നമുക്കപ്പോൾ റൂമിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പുറത്തേക്ക് പോകാം. ടോട്ടൽ ഞങ്ങൾ എടുത്തത് 3 റൂമാണ്. ഒരു റൂമിൽ തന്നെ 2 ബെഡ്റൂമും വരുന്നുണ്ട്. അപ്പൊ ഞാൻ റൂമൊക്കെ കാണിച്ചു തരാട്ടോ എങ്ങനെയാന്ന്. ഈ ഒരു റിസോർട്ടിൽ കാണാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, കുറേ ആക്ടിവിറ്റീസും ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ റിസോർട്ടിന്റെ ചുറ്റും ഫുള്ള് തേയിലത്തോട്ടമാണ്. ഈ ഒരു ഫ്ലോറിലാണ് കുട്ടികളുടെ പാർക്ക് വരുന്നത്. ഈ ഒരു ഫ്ലോറിന്റെ തൊട്ട് താഴത്തെ ഫ്ലോറിൽ തന്നെയാണ് സ്വിമ്മിംഗ് പൂളും ഉള്ളത്. ഇതിനേക്കാളും വലിയൊരു സ്വിമ്മിംഗ് പൂളും കൂടി ഉണ്ട്. പക്ഷെ അതിപ്പം എന്തോ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുവാണ്, അതുകൊണ്ട് അതിപ്പോ ഓപ്പൺ അല്ല. അപ്പൊ ഇവിടെ നിന്നാണ് ജീപ്പ് സവാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങളും കേറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയി നോക്കാം.
നല്ല കുത്തനെയാണ് ഈ ഒരു റോഡ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാനായിട്ടും പറ്റിയിട്ടില്ല. കാരണം ഫുള്ള് കുലുങ്ങി കുലുങ്ങിയാണ് താഴത്തേക്ക് ഇറങ്ങുന്നത്. നല്ല കുത്തനെയാണ് കേട്ടോ റോഡ് കിടക്കുന്നത്. അപ്പൊ കേറിയിരിക്കുന്നവര് നന്നായിട്ട് പിടിച്ചിരിക്കണം കേട്ടോ വണ്ടിയില്, ഇല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ തെറിച്ചു പോകും. അപ്പൊ നമ്മളിപ്പോ ആക്ടിവിറ്റി ഏരിയയിലൊക്കെ എത്തിയിട്ടുണ്ട്. ഈ ഒരു വശത്താണ് കേട്ടോ ആക്ടിവിറ്റീസ് ഒക്കെ ഫുൾ ഉള്ളത്. ഇവിടെ കുറച്ച് കേവ് റൂമൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് കയറാം. ഈ ഒരു കേവ് റൂം എന്ന് പറയുന്നത് ഈ ഒരു റിസോർട്ടിന്റെ ഏറ്റവും സ്പെഷ്യൽ ആൻഡ് യൂണിക് റൂമാണ്. ഇത് സാധാരണ ഹോട്ടൽ റൂം അല്ല, ഒരു കേവ് പോലെയുള്ള ഒരു ലക്ഷറി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ ഒരു റൂമിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ഞങ്ങള് റോപ്പ് വേയിലേക്കാണ് പോകുന്നത്. ഇത് കുറച്ച് പാടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നമ്മൾ കാണുമ്പോൾ ഓർക്ക് ഇത് എളുപ്പമാണെന്ന്, പക്ഷെ കയറി കഴിയുമ്പോൾ അറിയാൻ കുറച്ച് പാടാണ്. ഒരു പ്രത്യേകം പറയുന്നുണ്ട്, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇതിനകത്ത് കയറാൻ പാടില്ല കേട്ടോ. കാരണം അതിൻ്റെ ഇടക്കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അതുമാത്രമല്ല, നമുക്ക് നടക്കുമ്പം 2 സൈഡും പിടിച്ചില്ലെങ്കിൽ ബാലൻസും കിട്ടൂല കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് വരുന്നവര് കുട്ടികളെ 10 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ കേറ്റരുതേ. ഇതിന്റെ ഉള്ളില് കുറെ വാട്ടർഫാൾസ് അവര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് തന്നെ കുറെ വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലൊക്കെ വാട്ടർഫാൾസ് ആണ് കേട്ടോ താഴത്ത് വരുന്നത്. പക്ഷെ അതെല്ലാം വറ്റിപ്പോയിട്ടുണ്ട് സമ്മർ ആയതുകൊണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ട്രീ ഹൗസ്, അതേപോലെ തന്നെ കേവ് ഹൗസുകൾ, അതൊക്കെയാണ് കേട്ടോ കാണാൻ പോകുന്നത്. ഈ നടക്കുന്ന വഴികളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവർ നല്ല നീറ്റായിട്ടാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ മുകളിലായിട്ടൊരു കേവ് റൂം ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഈ ഒരു റൂമിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ ടോട്ടൽ ഔട്ട്ലുക്ക്. ഇനി നമുക്ക് മുകളിലോട്ടൊന്ന് കയറി നോക്കാവേ.
ആ കാണുന്നതൊക്കെയും കേവ് ഹൗസും അതേപോലെ തന്നെ അതിന്റെ ഇടക്കൂടി ചെറിയ ചെറിയ വാട്ടർഫാളും ഒക്കെയാണ് കേട്ടോ അവർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഈ കാണുന്ന ഒരു ബ്രിഡ്ജിന്റെ താഴത്തും ഒക്കെ ഒരു വാട്ടർഫാൾ ആണ് സെറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ സമ്മർ ആയതുകൊണ്ടാണ് അവിടെ എങ്ങും വെള്ളമില്ലാത്തത്. ഈ കാണുന്നത് ഒരു ട്രീ ഹൗസ് ആണ്. ഇതിന്റെ ഉള്ളില് ചെറിയൊരു സ്കൈ സൈക്കിൾ ഉണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് കിഡ്സിന്റെ പാർക്കിലേക്കാണ്. ഇതൊക്കെ കൂടാതെ ഇവിടെ ഒരു വാട്ടർ ഡാൻസും ഉണ്ട്. അത് ചെറിയ ഷവർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മ്യൂസിക് വിടും. നമുക്കപ്പോൾ അവിടെ നിന്ന് ഡാൻസ് കളിക്കാം കേട്ടോ. അതാണ്. അപ്പൊ ഞങ്ങൾ അതിലേക്ക് പോണില്ല. അപ്പൊ കുട്ടികളുമായിട്ട് ഞങ്ങൾ ഇനി നേരെ സ്വിമ്മിംഗ് പൂളിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്കിനി ജീപ്പിൽ കയറാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ റെസ്റ്റോറന്റ്. അപ്പൊ നമുക്കിനി ചായ കുടിക്കാം. പുറത്തേക്ക് നോക്കുമ്പോ നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് കാണാനായിട്ട്.
ഇനിയിപ്പോ രാത്രിയിലത്തെ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുവാണേ. ഇപ്പം ചെറിയ രീതിയിൽ കോടമഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പം മൂന്നാർ ടൗണിലേക്കാണ് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. അവിടെ കുറേ നല്ല റെസ്റ്റോറന്റുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിൽ എത്തിയിട്ടുണ്ടേ. ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു വ്ളോഗുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.